എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഫെബ്രുവരി മാസം 6-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാകാൻ പോകുന്ന തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ തല അജിത് നായകനെത്തിയ വിടാമുയർച്ചി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ വിവിധ മേഖലകളിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇന്നലെയായിരുന്നു ചിത്രത്തിന്റെ കേരള ബുക്കിംഗും ആരംഭിച്ചിരുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് തമിഴ്നാട് കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 15 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ 15 കോടിയിൽ നിന്നും 10 കോടി രൂപയും ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് ലഭിച്ചതാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് 12 മണി വരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 16 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മികച്ചൊരു കളക്ഷനിലേക്ക് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വിനീത് ശ്രീനിവാസൻ നായകനെത്തി എം മോഹനൻ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണല്ലോ ഒരു ജാതി ജാതകം. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,20,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 3-3.5 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ ഈ വർഷത്തെ 2ാമത്തെ സിനിമ കൂടിയാണല്ലോ പൊന്മാൻ. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7-7.5 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ദിനംപ്രതി ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 11 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 11-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 9 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് സ്പേസ് എന്ന സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ 4 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 19 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം സെപ്റ്റംബർ മാസം 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബേസിൽ ജോസഫിന്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയാണല്ലോ പ്രാവിൻകൂട് ഷാപ്പ്. നിലവിൽ 18 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 18 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,35,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ജനുവരി മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ അർജുന അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കൂടിയാണല്ലോ എന്ന് സ്വന്തം പുണ്യാളൻ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 3,20,00,000 എത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ തിയേറ്ററിൽ നിന്ന് വാഷൌട്ടായ സിനിമ കൂടിയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അതേസമയം രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 25 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷൻ 26,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 56 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമ കൂടിയാണല്ലോ ടോവിനോ തോമസ് നായകനായി എത്തിയ ഐഡന്റിറ്റി. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവരുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ്, വിനയ് റായ്, തൃഷ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ. ഇതിനോടകം തന്നെ ചിത്രം OTT റിലീസ് ചെയ്ത സിനിമ കൂടിയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഫൈനൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 8,50,00,000 രൂപയാണ് ചിത്രം ഫൈനൽ കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 16,50,00,000 എത്തപ്പെട്ട സിനിമ ഏകദേശം 30-35 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയും കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.